ഹലോ, എല്ലാവർക്കും നമ്മളെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പം നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അപ്പോൾ ഞങ്ങൾ ആഗ്രഹിച്ച് കൊതിച്ച് ഞങ്ങളൊരു ട്രിപ്പ് പോവുകയാണ് കേട്ടോ. ഞങ്ങൾ ഫാമിലി ആയിട്ട് പോയിട്ട് ഇപ്പോൾ ഒരു 1.5 കൊല്ലത്തിൻ്റെ അടുത്തായി. ഞങ്ങൾ ലാസ്റ്റ് ഫാമിലി ആയിട്ട് പോയത് മൂകാംബികയാണ് കേട്ടോ. ഞാനും അമ്മയും ഏട്ടനും കൂടി പോയത്. അന്ന് മോനുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ മോനെയൊക്കെ കൊണ്ടാണ് പോകുന്നത്. ഞങ്ങൾ താമരശ്ശേരിയിൽ നിന്നാണ് കേട്ടോ ഞങ്ങൾക്ക് ബസ് ഓൾറെഡി ഞങ്ങൾക്ക് ലേറ്റായിരുന്നു. ഞങ്ങൾ കുറച്ചധികം നേരം താമരശ്ശേരി നിന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളെ ബസ് വന്നു. ബസ്സിലൊക്കെ കയറി ഞങ്ങൾ മാനന്തവാടി കുട്ട വഴിയാണ് കേട്ടോ പോകുന്നത്. ഇടയ്ക്ക് അവർ ഫുഡ് ഒക്കെ കഴിക്കാൻ നിർത്തി തന്നു. പിന്നെ രാവിലെയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ റൂമിലെത്തി റെഡിയായി ഞങ്ങൾ പുറത്തിറങ്ങി കേട്ടോ. ഞങ്ങൾ ഫസ്റ്റ് തന്നെ പോയിട്ടുണ്ടായിരുന്നത് സൂവിലേക്കാണ്. അപ്പം സൂവിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു റെസ്റ്റോറൻ്റാണ് നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ പറയാതിരിക്കാൻ പറ്റില്ല, ഇവരുടെ റോഡൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ. നല്ല ഭംഗിയാണ്. പക്ഷേ ബസ് സ്റ്റാൻഡൊന്നും അത്രയ്ക്കും അങ്ങോട്ട് നീറ്റ് അല്ലെങ്കിലും ഇവരുടെ റോഡും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ പോയിട്ടുള്ളത് ദസറയോടനുബന്ധിച്ചായതുകൊണ്ട് അത്യാവശ്യം നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നൈറ്റിൽ. അങ്ങനെ നമ്മളിത് സൂവിൻ്റെ മുന്നേ തന്നെയുള്ള ഒരു ഹോട്ടലിൽ നിന്നാണ് രാവിലത്തെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ദോശയും ഇഡ്ഡലിയും വടയൊക്കെയാണ് കേട്ടോ ഞങ്ങൾ കഴിച്ചത്. പിന്നെ ഒരു അണ്ടർ പാസേജിൻ്റെ ഉള്ളിൽ കൂടി സൂവിലേക്ക് ഞങ്ങൾ കയറി. അപ്പോൾ ഞങ്ങൾ സൂവിലെത്തി. ഞങ്ങൾക്ക് സൂവിൽ ഒരാൾക്ക് 100 രൂപ വെച്ചിട്ടാണ് കേട്ടോ ആയത്. പിന്നെ നമുക്ക് സൂവിൻ്റെ ഉള്ളിൽ 100 രൂപ വെച്ച് എടുത്താലും കാണാൻ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ട്. നമുക്ക് ശരിക്കും മടുക്കും. ഞങ്ങളൊരു 9:30 കയറിയിട്ട് ഉച്ചയ്ക്ക് 1 മണി 1:30 ആയിട്ടോ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങുമ്പോൾ. ആദ്യം തന്നെ നമ്മൾ പോകുന്നത് ബേർഡ്സിൻ്റെ സെക്ഷനിലാണ്. ഒരുപാട് ഞാനൊന്നും ഇതുവരെ കാണാത്ത ടൈപ്പ് ബേർഡ്സ് വരെ അതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ അതായിരുന്നു ചീറ്റ, പുള്ളിപ്പുലി, മറ്റേതായാലും ബ്ലാക്ക് പാന്തർ, അതുപോലെ ഒരുപാട് ഇങ്ങനത്തെ അനിമൽസൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല. ഹിപ്പോപ്പൊട്ടാമസ്, അതേപോലെ ഇതിൻ്റെ പേരെന്താണെന്നറിയില്ല, ഈ ഒറ്റ കൊമ്പുള്ള അതിൻ്റെ പേര്. പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് കാണാൻ. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരുപാട് ജീവികളുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. പിന്നെ കരടി, പിന്നെ ഇതെന്താണെന്ന് പറയുക, പിന്നെ അനാക്കോണ്ട, ഗ്രീൻ അനാക്കോണ്ടയാണ് കേട്ടോ ഇത്. പിന്നെ അതേപോലെ തന്നെ വേറെയും കുറേ പാമ്പുകളുണ്ട്. പിന്നെ അതിൻ്റെ സെക്ഷനൊന്നും എനിക്ക് അങ്ങനെ വീഡിയോ എടുക്കാനുള്ള ധൈര്യം ഉണ്ടായില്ല, കുറച്ച് പേടിയുള്ളതുകൊണ്ട്. ഹിപ്പോപ്പൊട്ടാമസിന് ഫുഡ് കൊടുക്കുന്ന സമയത്തായിരുന്നു കേട്ടോ ഞങ്ങൾ അവിടേക്ക് ചെന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവിടെയുള്ള ആൾക്കാരോടും ആ ജീവികളൊക്കെ അത്യാവശ്യം ഫ്രണ്ട്ലി ആണെന്ന് തോന്നുന്നു, ഡെയിലി ഇങ്ങനെ കാണുന്നതുകൊണ്ട്. ഹിപ്പോപ്പൊട്ടാമസ് 2 എണ്ണേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇത് ബ്ലാക്ക് പാന്തറാണ്. പക്ഷേ അത് മൂലയിലാണ് കിടക്കുന്നത്. പക്ഷേ അങ്ങനെ കാണാൻ കിട്ടുന്നില്ല, അവിടെ ഒരു ബ്ലാക്ക് ഡോർ ഉള്ളതുകൊണ്ട്. പിന്നെ കുറേ വെറൈറ്റി മുതലകളുണ്ടായിരുന്നു. പിന്നെ വീണ്ടും നമ്മൾ ബേർഡ്സിൻ്റെ സെക്ഷനിലേക്കൊക്കെ ലാസ്റ്റ് കയറി ചെല്ലുന്നത്. ഫ്രീ ആയിട്ട് തുറന്നു വിട്ടിട്ടുള്ള ബേർഡ്സാണ്. നമ്മളതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ നടന്നു പോകുന്ന ഒരു രീതിയിൽ. എന്തായാലും കാണാനൊക്കെ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ കുറേ ടൈപ്പ് ഓഫ് ആമകളുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് എത്തുമ്പോഴാണ് നമുക്ക് ഒരുപാട് ജിറാഫ് ഉണ്ടായിരുന്നു കേട്ടോ. കുറേ ഉണ്ടായിരുന്നു. ഇതിന് മുമ്പ് വന്ന സമയത്ത് 1-2 ജിറാഫ് അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അത് കഴിഞ്ഞ് അതിൻ്റെ വേറെ 2 പാസേജിൻ്റെ ഉള്ളിൽ കൂടി പുറത്ത് വന്നു. ഞങ്ങൾ അവിടെ തന്നെയുള്ള ഒരു റെസ്റ്റോറൻറ്റ് കയറിയിട്ട് ഫുഡ് കഴിച്ചു കേട്ടോ. അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് മൈസൂർ പാലസിലേക്കാണ്. എന്തോ 50 രൂപ 60 രൂപ അങ്ങനെയാണ് അവർ വാങ്ങുക. പക്ഷെ അത്രയ്ക്കൊന്നുള്ള ഓട്ടോ ഇല്ല. നമുക്ക് 1-2 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ നമ്മൾ പാലസിലെത്തും. പിന്നെ അത് ദസറയോടനുബന്ധിച്ച് അവിടെ ഫുള്ള് ലൈറ്റിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും പാലസിൻ്റെ മുന്നിലെത്തി. പിന്നെ ഇന്നൊരു ഓഫ് ഡേ ആണ്, സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ്. നമ്മൾ ഒരുപാട് നേരം ക്യൂ നിന്നിട്ടാണ് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടായിരുന്നത്. പിന്നെ തമിഴ്നാട്ടിൽ നിന്നൊക്കെയുള്ള ഒരുപാട് കോളേജുകളിൽ നിന്നും സ്കൂളുകളിൽ നിന്നൊക്കെ ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് മുന്നോട്ടുള്ള കാര്യങ്ങൾ കാണുന്നുണ്ടായിരുന്നില്ല ഈ ഇത്രയും തിരക്കായതുകൊണ്ട് തന്നെ. പിന്നെ പാലസിൻ്റെ ഉള്ളിൽ കയറി ഒരുപാട് നല്ല ഭംഗിയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ പാലസിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കാണാൻ. അവിടുത്തെ പില്ലേഴ്സൊക്കെ കാണാൻ അടിപൊളിയാണ്. പിന്നെ എല്ലാ റൂമും ഒന്നും അങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള ഏരിയയൊക്കെ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട്. പിന്നെ ഉള്ളിൽ തന്നെ കുറേ സെക്യൂരിറ്റിമാരും ഉണ്ട് കേട്ടോ ഈ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ കണ്ടിറങ്ങി നേരെ പോയത് സെൻറ്റ് ഫിലോമിനാസ് കത്തീഡ്രലിൻ്റെ മുന്നിലാണ് കേട്ടോ.
ഇതിൻ്റെ മുന്നിലെത്തി വീഡിയോ ഒക്കെ എടുത്തു തുടങ്ങിയപ്പോഴേക്കും എൻ്റെ ഫോൺ ഓൾമോസ്റ്റ് ചാർജ് തീർന്നു കേട്ടോ. പിന്നെ റൂമിലൊക്കെ പോയി ചാർജ് ചെയ്തതിന് ശേഷമൊക്കെയാണ് പുറത്തിറങ്ങിയത് ഫുഡ് കഴിക്കാൻ വേണ്ടി. ഞങ്ങൾ അവിടെ അടുത്തുള്ള അറഫ എന്ന് പറഞ്ഞൊരു മലയാളി റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് ഇങ്ങനത്തെ ഷോപ്പുകളുണ്ടായിരുന്നു. അവിടുന്ന് കുറച്ച് ഷോപ്പിങ്ങൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ ഇത് ഡേ 2 ആണ്. ഞങ്ങൾക്ക് ഡേ 2 പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നുമില്ല വേറെ എവിടെയും പോകണമെന്നൊന്നും. പക്ഷേ ഞങ്ങളെ ബസ് സ്റ്റാൻഡിലാക്കാൻ വന്ന ഒരു ഓട്ടോ ചേട്ടൻ ഞങ്ങളെ നേരെ കൊണ്ടുപോയത് ഒരു വാക്സ് മ്യൂസിയത്തിലേക്കാണ് കേട്ടോ. അതും മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിൻ്റെ വാക്സ് മ്യൂസിയമാണ്. എന്നുവെച്ചാൽ അവിടെ ഉള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസൊക്കെ ഒറിജിനലും അവിടെ ഉള്ള സ്റ്റാച്യൂസൊക്കെ വാക്സുമാണ് കേട്ടോ. അപ്പം കുറച്ചധികം കാണാനുണ്ട്. പക്ഷേ എനിക്കെന്തോ അതത്രയ്ക്ക് ഇഷ്ടമായില്ല. 60 രൂപ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എല്ലാ ഇൻസ്ട്രുമെൻസും അവിടെ ഉണ്ട്. പക്ഷേ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ഒരു പൂപ്പലിൻ്റെ മണമായതുകൊണ്ട് ഭയങ്കരമായിട്ട് നമുക്ക് ഇറിറ്റേറ്റിംഗ് ആവും. പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് നേരെ പുറത്തിറങ്ങി ഒരുപാട് ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. അവിടുന്ന് ആ ഓട്ടോയിൽ തന്നെ നമ്മളെ തിരിച്ച് അതൊരു കാവേരി മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു മാർക്കറ്റിൽ കൊണ്ട്, അത് അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ഒരു ഷോപ്പിംഗ് സെൻറ്ററാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ തീ പിടിച്ച വിലയാണ്. നമ്മൾ നാട്ടിൽ വാങ്ങുന്ന ചെറിയ സാധനങ്ങൾക്ക് പോലും 600, 700, ഒരു ചെറിയ ഫോട്ടോ ഫ്രെയിമിന് പോലും 1500, 1300 കേട്ടോ. അവിടുത്തെ പ്യുവർ സിൽക്കാണ് കേട്ടോ. അവിടുത്തെ സാരി പ്യുവർ സിൽക്കാണ്. നമ്മൾ എന്ത് ഡാമേജ് ഉണ്ടെങ്കിലും ബില്ലുണ്ടെങ്കിൽ നമുക്ക് അവിടെ കൊണ്ടുപോയി മാറ്റി എടുക്കാമെന്നാണ് അവർ പറയുന്നത്. പിന്നെ അവിടുന്ന് നേരെ ഞങ്ങൾ മൈസൂർ സ്റ്റാൻഡിലെത്തി. സ്റ്റാൻഡിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ റിലയൻസിൻ്റെ സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ കയറി കുറച്ച് സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ മേടിച്ചു. അത് കഴിഞ്ഞൊരു 3-4 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾക്ക് ബസ് വന്നു കേട്ടോ. ഞങ്ങൾ തിരിച്ച് വരാനുള്ള ബസ് വന്നു. ഞങ്ങൾ വരുന്ന വഴിക്ക് ബന്ദിപ്പൂർ വഴിയാണ് കേട്ടോ വന്നത്, കാടിൻ്റെ ഉള്ളിൽ കൂടി. ഞങ്ങൾ താമരശ്ശേരി എത്തിയപ്പം 9 മണിയായി. അതിൻ്റെ ഇടയ്ക്ക് ഗുണ്ടിൽപേട്ട് കഴിഞ്ഞ സമയത്ത് ഞങ്ങൾക്ക് ഇതുപോണത് ഒരു ചായക്കടയിൽ അവർ ചായയൊക്കെ കുടിക്കാൻ വേണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു, ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി. പിന്നെ ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ചോക്കോസൊക്കെ തിന്നു കേട്ടോ. പിന്നെ വീണ്ടും ഞങ്ങൾ യാത്ര തുടങ്ങി ബന്ദിപ്പൂർ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടി. വരുന്ന വഴിക്ക് ഞങ്ങൾ ആനേനെ കണ്ടിരുന്നു കേട്ടോ. ഞങ്ങൾ ശരിക്കും ആനേനൊന്നും കാണില്ല എന്നാണ് വിചാരിച്ചത്, പക്ഷേ ആനേനെ കണ്ടു. അപ്പം ഇത്രയും നേരം എൻ്റെ വീഡിയോസ് കണ്ടതിന് ഒരുപാട് താങ്ക്സ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുതേ. ഓക്കെ, ബായ്.